കാസർഗോഡ് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾക്ക് പരിക്കേറ്റതിൽ സംഘാടകർക്കെതിരെ കേസ്. 11 പേർക്കെതിരെയാണ് കേസെടുത്തത്. തിക്കിലും തിരക്കിലും 16 പേർക്കാണ് ഇന്നലെ പരിക്കേറ്റിരുന്നത്. ഇന്നലെ രാത്രി 8 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള ചെറിയ മൈതാനത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. 3000 ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയാവുന്ന സ്ഥലത്ത് സംഘാടകർ 10,000-ലധികം ടിക്കറ്റുകൾ വിറ്റു. ഇവിടേക്കെത്തിയ ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ഹനാൻ ഷാ എത്തുന്നതിന് മുൻപേ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരുക്കേറ്റു. ടിക്കറ്റ് എടുത്തവർക്ക് പോലും അകത്തേക്ക് കയറാൻ കഴിയാതിരുന്നതോടെ ആളുകൾ വലഞ്ഞു. സംഗീത പരിപാടി ആരംഭിച്ച് 2 പാട്ടുകൾ പാടിയതോടെ വീണ്ടും തിക്കും തിരക്കും. ഇവിടെ പരിപാടി ഇത്ര ക്രൗഡ് ഇവർ എക്സ്പെക്ട് ആക്കി ഇവർ വലിയ ഗ്രൗണ്ടിൽ വെക്കണം. ഇത്ര ചെറിയ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം വന്നിട്ട് നിൽക്കുന്നത്. ടിക്കറ്റ് എടുത്ത ആളെ ഇവിടെ കയറ്റുന്നില്ല, അത്ര ക്രൗഡായിട്ട്. ലൈറ്റ് ഇല്ല, സൗണ്ട് ആൾക്കാർക്ക് നോക്കാൻ കേൾക്കാൻ ബോക്സ് ആണ്, വെറും ബാസ് മാത്രമേ കേൾക്കുന്നത്. എന്ത് മാനേജ്മെന്റ് ഒന്നും ശരിയില്ല. കുറെ ആൾ ആംബുലൻസിൽ പോകുന്നുണ്ട്, ബോധമില്ലാണ്ട് ലൈറ്റ് പോകുന്നുണ്ട്. ഇത്ര ക്രൗഡ് ആയി എക്സ്പെക്ട് ആക്കാനും അതും മറ്റേ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ശരിയാക്കാനും ആളില്ല. ഇതിനിടയിൽ പോലീസ് ലാത്തി വീശി. ജില്ലാ പോലീസ് മേധാവി വൈബി വിജയഭാരത് റെഡ്ഡി പരിപാടി അവസാനിപ്പിച്ചതായി സ്റ്റേജിൽ കയറി അറിയിച്ചു. പരിപാടി അവസാനിച്ചിട്ടും ആളുകൾ സംഘടിച്ചതോടെ പോലീസ് വീണ്ടും ലാത്തി വീശി. സംഭവത്തിൽ പോലീസിന്റെ മുന്നറിയിപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംഘാടകരായ 11 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.